ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്രദേഴ്സ് ഗെയിമിംഗ്. ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഇന്നൊരു ഗെയിമിംഗ് കൂടി ആയിട്ട് വന്നേക്കാണ്. പോപ്പി പീപ്പിൾ ടൈം ചാപ്റ്റർ 2 1 ഓൾറെഡി വിട്ടിട്ടുണ്ട്. അത് കാണാത്തവർ വേഗം കാണുക, എന്നിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. ഇതും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് കളി തുടങ്ങിയല്ലേ? ന്യൂ ഗെയിമാണ് ഗൈസ്. ചാപ്റ്റർ 2 1ൻ്റെ അവസാനം നമ്മൾ ഒരു പാവക്കുട്ടി എടുത്തപ്പോൾ തന്നെ ആ കളി അവസാനിച്ചു ഗൈസ്. കുറച്ചൊക്കെ സിമ്പിളായിരുന്നു. എന്താണ് ഇതിവിടെ കാണിക്കുന്നത്? അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പാവുന്നില്ല. ഇപ്പോൾ കളി തുടങ്ങുകയാണ്. നമ്മൾ 1ൻ്റെ അവസാനം ഈ ഒരു പാവക്കുട്ടിയാണ്, പൂപ്പി എന്ന് പറഞ്ഞ ഒരു പാവക്കുട്ടി എവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാക്കി. ഗായ്സ്, ഇങ്ങോട്ടേക്ക് നമ്മൾ ദീക്കൂടെ ആയിരുന്നു നമ്മൾ 1ൽ വന്നിരുന്നത്. അപ്പോൾ ഈ വഴിയൊക്കെ ആരോ അടിച്ചു പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലൊരു ഡോറുണ്ട്, ഇത് വഴി പോകാം. ഇതിൽ കൂടെ പോയി നോക്കാം. ഹഗ്ഗിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഹഗ്ഗിയുടെ പേരാണ് ഹഗ്ഗി. നമ്മളിവിടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊന്നൊരു ഇതായിരുന്നു. ഇത് ആറൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. സൈഡിൽ 2 ഡോറുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. തുറക്കാണ്ടിരുന്നില്ല ഗൈസ്, ഇതൊന്നും തുറക്കാണ്ടിരുന്നില്ല. നേരെ തന്നെ പോകാം. നമുക്ക് ചാപ്റ്റർ 1ലിട്ട് 2 കയ്യും ഇപ്പോൾ ഒരു തന്നെ ഉണ്ട്. ദിസ് വേ ആരോ എന്തോ പറയുന്നുണ്ട് ഗൈസ്. ഈ വാതിൽ തുറക്കാൻ എന്തോ ഒരു കീ വേണമെന്ന് പറയുന്നുണ്ട്. ഈ വാതിലും തുറക്കാൻ പറ്റില്ല ഗൈസ്. എന്തോന്ന് ഇത്? എല്ലാ വാതിലും തുറക്കാൻ പറ്റാതാ. ഇവിടെ ഒരു വഴിയുണ്ട്. ചാടുക, അങ്ങനെ പോയേക്ക്. കീപ് ഗോയിങ് നോ ആരോ പറയുന്നുണ്ടോ? ചാടി നോക്ക്. എന്നിട്ട് ഇപ്പോൾ ചാടി പോകാൻ പറ്റുന്നില്ല ഗൈസ്. പോകാൻ കഴിയുന്നില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയറാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ എന്തോ വലിയാണുള്ളത്. കൈ നീട്ടി നോക്കാം ഗൈസ്. ഒന്ന് പൊടിച്ചു ഗൈസ്. ഒന്ന് തൂങ്ങാൻ നോക്കാം. തൂങ്ങാൻ കഴിയുന്നുണ്ടേ. സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റി. നമുക്ക് പോകാം. നല്ല രസമുണ്ട് ഗൈസ്. പ്രസ് ചെയ്യാറോ? ഹഗ്ഗിന് എന്തൊക്കെ സൗണ്ട് ഉണ്ട്. ഹഗ്ഗിനെ നമ്മൾ ചാപ്റ്റർ 1ൽ കൊന്നതായിരുന്നു. പോകാൻ കഴിയുന്നില്ല ഗൈസ്. എന്തോ ഒരു ഇതുണ്ടാക്കി വെച്ചാൽ ഇവിടെ ഒരു വാതിലുണ്ട്. ഇത് ഞാൻ നീക്കി വാതില് തുറന്ന് ഇതാ കീ ഗൈസ്. കീ കിട്ടി. ഏതോ റെഡ് റൂം കീ ഒറ്റ കിട്ടി. റെഡ് റൂം കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് റെഡ് റൂം നമുക്ക് ഓർമ്മയില്ല ഗൈസ്. പിടിച്ചു തന്നെ തോന്നുന്നു. കിട്ടിയില്ലാവും. ഗുമ്മടി ഈ ഇതിന്റെ വാതിലാണ് ആ കീ തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും കാണും ഗൈസ്. അവിടെ ഒരു ടി വി ഉണ്ട് ഗൈസ്. അപ്പോൾ കാസറ്റ് കിട്ടി. എന്താ പറയുന്നുണ്ടല്ലോ ഗൈസ്. ഇതൊരു വലിയ ഗെയിമൊക്കെയാണ്. അപ്പോൾ ഗൈസ് എന്താ പറയുന്നത് വെച്ചാൽ പ്ലാറ്റൈം എന്ന ഫാക്ടറിയിൽ നമ്മൾ എന്തോ ഇത് നേടി വന്നതാണ്. പോപ്പി പറഞ്ഞത് പോപ്പി എന്ന് പറഞ്ഞ പാവയെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം, എസ്കേപ്പ് ആവണം. അതാണ് ഈ 2ൻ്റെത്. എന്തോ ഒരു കയ്യുണ്ട് കയ്യില്. അത് കണ്ടോ? അറിയുന്നില്ല. ഇങ്ങനത്തെ വഴിയുണ്ട് ഗൈസ്. അതിൽ ഓർമ്മ ഉണ്ടാകും നമ്മുടെ ഇന്നത്തെ ഒരു സാധനത്തിനുള്ളിലൂടെയാണ് പോപ്പി ഗൈസ്. നമ്മളെ പാർട്ട് 1 എടുത്ത പാവ കരണ്ട് വാസിയാണ്ട് ഗൈസ്. ഒരു കരണ്ട് വാസിയുണ്ട് ഗൈസ്. ഇതുമ കണക്റ്റായി ഗൈസ്. ഇതിമേ കൂടി കണക്റ്റാക്കണം. ഇവിടെ ഉണ്ട് ഗൈസ് കറണ്ട് വെക്കാനുള്ളത്. സിമ്പിളായിട്ടായി. ഈ പൂപ്പി പറഞ്ഞ പാവ നമ്മളെ സഹായിക്കുകയാണ് ഗൈസ്. നമുക്ക് എവിടേക്കാണ് പോവേണ്ടതൊക്കെ പറഞ്ഞത് ഈ പാവ തന്നെയാ. ഞങ്ങളുടെ പോവാണ്ട് എവിടെയും തൂങ്ങാണ്ട് ഗൈസ്. അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പൂപ്പി എത്തണം തോന്നുന്നു. ഇവിടെയും ഇവിടെ എത്തി ഗൈസ്. അത് അതിലൂടെ പോയി ഇതിലൂടെ എത്തി. തൂങ്ങായോ നോക്കാം. കമോൺ. ഇത് ഗൈസ് സുഖമായിട്ട് തൂങ്ങി ഗൈസ്.
പോയ സ്ഥലത്ത് തന്നെ പിന്നെയും പോകാൻ തോന്നുന്നു. ഈ ഹൊറർ ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കണ്ട. ഹൊറർ ഇനൊന്നും വരാൻ പോകുന്നത്. ഓരോ സ്ഥലത്തുനിന്ന് ഓരോ വഴിയിലൂടെ വരാണല്ലോ. നമുക്ക് പറഞ്ഞു തരാണ്. എനിക്ക് തോന്നുന്നേ നാളെ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഇവിടെ ഈ വഴിയിൽ ഇവിടെ നേരത്തെ ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു ഗൈസ്. ഇപ്പം വന്നതാണ്. നമ്മളിവിടെ കൈ വെച്ചാൽ അവിടെയും വെച്ചു. ഈ ചോപ്പ് ഇവിടെയും വെച്ചു. ലോഡാവുന്നുണ്ട് ഗൈസ്. ഇവിടെയും തൂങ്ങാണ്ട് ഇവിടെയും തൂങ്ങാണ്ട് ഗൈസ്. ഇവിടെയും ഗൈസ് തൂങ്ങാനുണ്ട്. തൂങ്ങാം. എന്തൊക്കെയാ മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ജസ്റ്റിസിന് കിട്ടി ഗൈസ്. നല്ല ലോങ് ഉണ്ട് അവിടെ. അവിടെയും നടക്കാൻ കഴിയുന്നില്ല. ഇവിടെയും നടക്കാൻ കഴിയുന്നില്ല. അതെന്താ ഗൈസ്? അവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെയുണ്ട് ഗൈസ്. കോപ്പി ഇരിക്കുന്നു. എന്താ ഗൈസ് അത്? എന്തോ ഒരു വലിയ കൈ വന്നു ഗൈസ്. ഇവിടെ ഒന്നും തുറക്കാൻ പറ്റില്ലേ? നമ്മളിങ്ങോട്ട് ചാടണോ? ഇങ്ങോട്ട് ചാടണോ നമ്മള്? ഇവിടെ ഒരു വഴി ഉണ്ട് ഗൈസ്. ഗെയിം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. പവറിന്റെ സ്ഥലത്ത് മാത്രമേ ഓപ്പൺ ആയിരിക്കുന്നത്. പവറിൽ പോയി നോക്കാം. ഈ പവർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കേറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് എവിടുന്ന് എടുക്കുന്നത്? ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് മണ്ണിൽ ഇതേപോലെ ഉണ്ടായിരുന്നു കറണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ കറണ്ട് എടുത്ത് ദീമ തട്ടിച്ചപ്പോൾ എന്തോ ഒരു സാധനം വന്ന് ഗൈസ്. കണ്ടോ? എന്തോ ഒരു സാധനം വന്ന് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് കറണ്ട് എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ അതും പോയി ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം. ബുദ്ധി കിട്ടടിക്കണം ഗൈസ്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ അതും പോയി ഗൈസ്. എനിക്ക് തോന്നുന്നത് നീല കൈ വെക്കേണ്ടി വരുമോ? ഇല്ല ഗൈസ്, ഒന്നും ആയില്ല. ഇങ്ങനെയാണ് പോകേണ്ടത്. എന്നിട്ട് ദീപം തട്ടിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ വെക്കണം ഗൈസ്. മനസ്സിലായി. കിട്ടി ഗൈസ്. എന്തോ തുറന്നു ഗൈസ്. ഗെയിം സ്റ്റേഷൻ തുറക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പവർ കൊടുത്തപ്പോൾ ഗെയിം സ്റ്റേഷൻ ഓപ്പൺ ആയി. പോയി നോക്കാം. അവിടെ കൈ വെച്ച് ആ വാതിൽ ഓപ്പൺ ആക്കണമെന്ന് പറയുന്നു. കൈ വെക്കാം. എന്താ ഗൈസ്? ഞാൻ പോപ്പിയെ കൊണ്ടുപോയ എന്തോ ഒരു വലിയ കൈയായിരുന്നത്. ചുവപ്പ് കൈ. ചുവപ്പ് കൈ മുറിഞ്ഞു ഗൈസ്. ഇത് മോമിലോങ്ങിലൊക്കെ ഗൈസ്. ഇത് ചുവപ്പ് കൈ മുറിച്ചത്. ആ പൂപ്പി അത് പിടിച്ചു. മോമിലോങ്ങിലൊക്കെ നമ്മ ചുവപ്പ് കൈ അതെടുത്തു ഗൈസ്. പോ മോമി പോ. നമ്മളെ ചുവപ്പ് കൈ ഇത് കൊണ്ടുപോയി ഗൈസ്. നമ്മളതിനകത്ത് ആ പൂപ്പിയെയും പിടിച്ചുകൊണ്ടുപോയി. അതിന്റെ കൈക്കിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. എന്റെ കണ്ണ് ഇതിന്റെ കട ഗൈസ്. ഞാൻ സ്റ്റില്ലായിരുന്നു. ജീവനോടെ ഉണ്ടെന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചുവപ്പ് അവിടെ വെച്ചോടെ അവിടെ കിട്ടി. കുറെ പ്ലാറ്റ്ഫോമിലെ കുറെ ഫാക്ടറി മ്യൂസിയം. ഇതെന്ത് യൂസ് ചെയ്തു? നമ്മൾ കാണാത്തൊരു ജീവി. ഇവിടെ ലിവറിൻ്റെ കൈ നമുക്കൊന്ന് വലിക്കാം. വലിച്ചു. വെൽക്കം ടു എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ഗെയിം സ്റ്റേഷനിലെത്തി. മോമിയിലൊന്നിലേക്ക് എന്തോ പ്രസിയർ എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഗൈസ് കിസിംസിയുടെ പോസ്റ്റർ.
കിസ്സി മെസ്സി ഇതാണ് ഗൈസ് കിസ്സി മിസ്സി. അവിടെ പച്ച കയ്യിൽ ഗൈസ്. പച്ച കൈ നമുക്ക് പച്ച കൈ കിട്ടുമോ ഗൈസ്? ഇവിടെ എന്താ പച്ചക്കൈയും ചുവപ്പ് കൈ പറിച്ചു കൊണ്ടുപോയി ആ മമ്മിയിലൊക്കെ ലിവർ ഒന്ന് വലിക്കാൻ കാണിക്കുന്നുണ്ട്. സംഭവിച്ചു. Welcome to the game station. I'm Stella, and we've got 3 super duper fun games to play. These little tests show us just how crazy strong and smart you are. Follow Mommy Longlegs down the stairs, and we'll start by playing musical memory. ടാസ്ക് ഉണ്ടെന്ന് പറയുന്നത്. 3 ടാസ്ക് ഉണ്ടെന്ന് പറയുന്നത്. ഒരു ടാസ്ക് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ഗെയിം സ്റ്റേഷനിൽ 3 ടാസ്ക് ഉണ്ട്. ആ 3 ടാസ്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ ക്ലൂ വീതം കിട്ടും. അപ്പം ഒരു ടാസ്ക് മ്യൂസിക്കൽ മെമ്മറി ആയത്. പിന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു വേക്ക് എ വഗി എന്ന് പറയുന്നത്, പിന്നെ സ്റ്റാച്യൂസ്, അങ്ങനെ 3 ഇതുണ്ട് ഗൈസ്. നമുക്ക് ആദ്യത്തെ മ്യൂസിക്കൽ മെമ്മറി ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അത് തുറക്കുന്നില്ല ഗൈസ്. ഇവിടെയാണ് പോകാനില്ല. അവിടെ സൈഡിലൊരു വഴിയുണ്ട്, ഇവിടെ പോകാം ഗൈസ്. അവിടെയും പ്രത്യേകിച്ച് പോകാനൊന്നും ഇടയില്ല. സിമ്പിളായിട്ട് ജയിപ്പിക്കാവുന്ന ഒരു ട്രിക്കാണ് നോക്കുന്നു. ഇവിടെയൊന്നും വഴി ഇല്ല ഗൈസ്. ഇങ്ങോട്ട് ചാടേണ്ടി വരും. ഓ ഗൈസ് വഴിയുണ്ട് ഗൈസ്. ഓ എത്തി ഗൈസ്. ഇതെന്തോന്ന്? എന്താണ്? ഇവിടെ ഒരു ലിവർ ഉണ്ട് ഗൈസ്. ഇപ്പൊ ഇവിടെ എന്തൊരു സ്വിച്ച് അമർത്തണം. അതേപോലെ TV ഇവിടെ ഇടാറുണ്ട് ഗൈസ്. ഇതാണോ ഗൈസ് ആദ്യത്തെ ടാസ്ക്? ഇതൊന്നല്ല ഗൈസ് ടാസ്ക്. എനിക്ക് പച്ച കൈ വെക്കാനുള്ള സാധനം. ഇവിടെ പച്ച കൈയാണ് വെക്കുന്നത് തോന്നുന്നു. പൊട്ടിയിട്ടുണ്ടോ? അതൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുമോ? റെഡി ആയി. ഇതെന്താ ബോൾസ് ഒരുക്കുകയാണ് ഗൈസ്. ഒന്നാമത്തെ നമ്മൾ തീർത്ത് ഗൈസ്. പച്ച കിട്ടും. പച്ച ഇങ്ങോട്ട് കിട്ടും ഗൈസ്. രണ്ടാമത്തോണായി. മിക്സ് ആക്കുന്നതാണ്. കൈ ക്രിയേറ്റ് ആവുന്നുണ്ട് ഗൈസ്. നമുക്ക് പച്ച കൈ കിട്ടും. സിനിയാണ് നിൽക്കണ്ടേ. ലൈറ്റ് ചുവപ്പ് എത്തുമ്പോൾ നമുക്ക് ആ സിറ്റ് നോക്കാം. അപ്പോൾ അത് പച്ചയാണ്. എന്താ ഇല്ലേ? എനിക്ക് ആവാത്ത ഗൈസ്. പെയിന്റ് ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് പെയിന്റ് വേണമെങ്കിൽ കിട്ടുമോക്കാം. ഇവിടെ ഒരു സ്റ്റെപ്സ് ഉണ്ട് ഗൈസ്. ഈ അതിനകത്ത് ഓപ്പൺ അല്ലായിരുന്നു. ഓപ്പൺ ആക്കാം. ഓപ്പണായി. ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമോ? പച്ചക്കൈൻ്റെ പെയിന്റ് ഇവിടെയാണോ ഉണ്ടാകുന്നത്? ഗൈസ് അതായത് പച്ച പെയിന്റ് വരുന്നതാ. കിട്ടി ഗൈസ്. ഇവിടെ വെക്കാം. ഗൈസ് പച്ചക്കൈ ആയെന്ന് തോന്നുന്നു. ഇനി വെക്കാൻ പറ്റുമോ നോക്കാം. ഇത് പറന്നെത്തിയിട്ടുണ്ട്. നമ്മളെ കൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏത് കൈ വേണമെങ്കിലും എടുക്കാം. പച്ചക്കൈ ആയി ഗൈസ്. അടുത്ത ഇങ്ങോട്ട് വരാനുള്ള സ്പൂൺ വെച്ച് കഴിഞ്ഞു. നല്ല കൈ നമുക്ക് അതെണ്ണം എടുക്കാം. നല്ല കൈ എടുക്കാം. കൈ കിട്ടി ഗൈസ്. പച്ച കൈ കിട്ടി കൈ. ഇവിടെ അങ്ങനെ പച്ച കൈ വെക്കണോ? ഗൈസ് ഇവിടെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യാനുള്ള സാധനം. ഗൈസ് കറണ്ട് എടുക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ പൂപ്പി വരുമോ? വെറുതെ നിൽക്കില്ലല്ലോ. ഇവിടെ വന്നു. ഇവിടെ എങ്ങനെ വൈകുണ്ട് ഗൈസ്.
ഓ ഈ വഴി നേരത്തെ കണ്ടൊരു വഴിയല്ലായിരുന്നു ഗൈസ്. ഇവിടുന്നല്ലായിരുന്നു നമ്മൾ വന്നേ. എന്നിട്ട് ഈ കൂടെ എങ്ങോട്ട് പോയി ആ പ്രസിയറൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേത് ക്യാരക്ടർ? എന്തൊക്കെയാ പറയുന്നേ? എന്നാ ഞാൻ ടാസ്ക് തുടങ്ങാൻ പോകുന്നു ഗൈസ്. 3 ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ 3 ടാസ്ക് ഇവിടെ അടിയിൽ എന്തൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇത് സ്ക്രീനാണെന്ന് തോന്നുന്നു ഗൈസ്. മ്യൂസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക് നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. Welcome to musical memory. ഓക്കെ 4 കളറുകളുള്ളത്. This advanced memory and cognitive recognition test is designed to stimulate several segments of the brain, allowing us to see how quickly and efficiently your brain works. ബ്രെയിൻ വർക്ക്സ് നോക്കാം. A sequence of colors will be shown, and you must recreate the സ്ക്രീനിൽ ഒരു exact കളർ sequence കാണിക്കും. അതാണ് പോയി using നിൽക്കണം buttons എന്നാ around പറയുന്നത്. you. ഇതിനോടെ കളറ് Bunzo will slowly lower towards you. When you complete a color pattern correctly, Bunzo will rise back up. അപ്പൊ നമ്മൾ കളർ തെറ്റിച്ച ഈ സാധനം വന്ന് നമ്മൾ അടിച്ചു കൊല്ലുമെന്നാണ് പറയുന്നത്. കളർ തെറ്റിച്ച് നമ്മൾ അടിച്ചു കൊല്ലും. ഈ ബോൺസോ എന്ന് പറയുന്ന ജീവി നമ്മൾ അടിച്ചു കൊല്ലും. വണ്ണിനാട്ടി വലിയ ടാസ്ക് ചെയ്താണെന്ന് Test തോന്നുന്നു. will become more difficult as it continues. ഒരു ജീവിയാണ് ഇതിന്റെ Longer patterns നിൽക്കുന്നത്. in quicker succession. That's all. Good luck. ഗുഡ് ലക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഈ സാധനം നമ്മൾ തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. ഇല്ലേ മോമിനൊക്കെ ഒരു സൗണ്ട് വരും. Mommy hasn't seen the Oh, pictures look of at them this. running in years. Mommy can only imagine how excited Bunzo ഒരു മമ്മി ഗൈസ് അടിയൊക്കെ വരുന്നുണ്ട്. ഈ സാധനം തലക്കടിച്ച് കൊല്ലും ഗൈസ്. since he's been able to play, to cheer, to eat. ഇത് കൊല്ലും ഗൈസ് നമ്മളെ. തലക്കടിച്ചു കൊല്ലും. അതും ഗുഡ് ലക്ക് പറഞ്ഞു. ഗുഡ് ലക്ക് പറഞ്ഞ് പോയേക്കാന്ന് തോന്നുന്നു. ഇനിയാണ് ഗൈസ് ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ബ്ലൂവോ ബ്ലൂ നെക്കി ഗൈസ്. ബ്ലൂ യെല്ലോ നെക്കി ഗൈസ്. ഫസ്റ്റ് കളി കളിയാനാ പോയത്. ഒരു ബ്ലൂവും 2 യെല്ലോ. ബ്ലൂ യെല്ലോ യെല്ലോ ബ്ലൂ. ബ്ലൂ യെല്ലോ യെല്ലോ ബ്ലൂ റെഡ് ഗൈസ്. റൗണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. റൗണ്ട് 2ഓ 2 ഉണ്ടോ ഗൈസ്? റെഡ് റെഡ് ബ്ലൂ കളർ മാറുന്നുണ്ട് ഗൈസ്. റെഡ് ബ്ലൂ യെല്ലോ റെഡ് ബ്ലൂ യെല്ലോ ബ്ലൂ റെഡ് ബ്ലൂ യെല്ലോ ബ്ലൂ യെല്ലോ വൈലറ്റോ റെഡ് ബ്ലൂ യെല്ലോ ബ്ലൂ യെല്ലോ വൈലറ്റ് വൈദ്യ വേണ്ട ഗൈസ്. റൗണ്ട് 2 കഴിഞ്ഞു തോന്നുന്നു ഗൈസ്. കഴിഞ്ഞു. 3യോ? ഓറഞ്ചോ ഓറഞ്ചാ ഓറഞ്ചും റെഡും ഓറഞ്ചും റെഡ് ഓറഞ്ച് ഓറഞ്ച് റെഡ് ഓറഞ്ച് യെല്ലോ. ഏതാ നീ മറന്നുപോയി ഗൈസ്. കോളായി ഗൈസ്. ഒന്ന് ഓറഞ്ച് റെഡ് ഗൈസ്. ഞാൻ തീർന്നു ഗൈസ്. എന്തോ കാട്ടിപ്പണി അവിടുന്ന് അവിടെ തന്നെ കിട്ടും. റൗണ്ട് 1 കിട്ടിയത് അത്രയും കഷ്ടപ്പെട്ടായിരുന്നു. ഔട്ട് ആവുന്നുണ്ട് ഗൈസ്. അത് തലക്ക് അടിച്ചു കൊന്നാ ഗൈസ്. റെഡ് രണ്ട് റെഡ് 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 വൈറ്റ് റെഡ് റെഡ്
white, white. Red, lights, mellow. Red, white, yellow. ഏത് റൗണ്ടാണ് ആവും ഗൈസ്? റൗണ്ട് 4 ഗൈസ്. Blue. ബ്ലൂ ജെയോ. ബ്ലൂയും ജെ ഹാർട്ടാ. ഹാർട്ടൊക്കെ ഉണ്ട് ഗൈസ്. ബ്ലൂ ജെ ഹാർട്ട് വൈറ്റ്. This is red guys. Blue J hot violet blue J hot പിന്നെ ഇത് ഇതൊക്കെ എന്താ ഗൈസ്? റൗണ്ട് 5 ഇതൊക്കെ ഉണ്ട് ഗൈസ്. എന്താണ് ഗൈസ്? അങ്ങനെയാണപ്പോ അത് ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു ഗൈസ്. It broke. That's no fun. എവിടുന്നാണ് ഗൈസ് For doing such a splendid job, ടാസ്ക് 1 വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. to give you part of the code for the train. Look, നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട് ഗൈസ്. ആ ഗൈസ് ഒരു കോഡ് തന്നു ഗൈസ്. 3 കോഡ് വേണം. ട്രെയിൻ കോഡ്. അപ്പൊ ട്രെയിനിൽ നമ്മൾ എസ്കേപ്പ് ആവുന്നേ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വഴിയില്ലാതെ നമ്മൾ വീണപ്പോൾ നമ്മൾ അവിടെ ഇടവഴി കിട്ടിയിരുന്നു. ആ വഴിയിലൂടെ നമുക്ക് ഇപ്പം ഇവിടേക്ക് ചാടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തി ഗൈസ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ് മാക്സിമം. അപ്പോൾ കുറവ് വ്യൂസ് ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ.